ഹായ് ഗായ്സ്, ഈ ഒരു പോക്ക് വേറെ എടുത്തേക്കല്ല കേട്ടോ, ഒരു അമ്പലത്തിലേക്കാണ്. ഈ ഒരു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. എന്നിട്ടും ഇത്ര റിസ്ക് എടുത്തിട്ട് പോകുന്നത് ആ ഒരു അമ്പലത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം കേട്ടോ. ഇവിടത്തേക്ക് പോകുമ്പോൾ നമുക്ക് മൂന്നാക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. പക്ഷേ ഈ ഒരു അമ്പലത്തിൻ്റെ മെയിൻ ആളെന്ന് പറയുന്ന അമ്മ കേട്ടോ. ഞാൻ അമ്മേൻ്റെ കൂടെ തന്നെയാണ് ഇവിടത്തേക്ക് ഫസ്റ്റ് പോകുന്നത്. ഇതൊരു ഷോർട്ട് കട്ട് ഏരിയ കേട്ടോ, കാരണം മറ്റേ മെയിൻ റോഡ് കുറച്ചും കൂടി സിമ്പിളായിട്ട് വേഗം എത്തുന്നൊരു വഴിയാണ്. ഇതിൽ കുറേ താണ്ടിയിട്ടുണ്ടായിരുന്നു റോഡ്. ഇത് ഷോർട്ട് കട്ടിൽ പോകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പുറത്തെ റോഡ് ക്ലോസ്ഡ് ആണ്. ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അങ്ങനെ ഏകദേശമൊക്കെ എത്താനായി, കാഞ്ഞങ്ങാടൊക്കെ എത്തിയിട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു കവാടം എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോഴും ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എനർജി തന്നെ വേണമെങ്കിൽ പറയാമല്ലോ. അങ്ങനെ ചെറിയ ചെറിയ കുന്നുകുഴിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ താണ്ടി ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ അമ്പലം കണ്ടു. അപ്പോൾ അമ്മക്കാണെങ്കിൽ ഈ ഒരു അമ്പലം കാണുമ്പോഴേ ഭയങ്കര മൂത്തൊരു പുഞ്ചിരി കേട്ടോ. അങ്ങനെ നമ്മൾ കാലൊക്കെ കഴുകി ഉള്ളിലേക്ക് കയറി. ഞാൻ നേരത്തെ കാലും കൈയൊക്കെ കഴുകിയിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അവിടുന്ന് അങ്ങനെ ഉള്ളിലോട്ട് കയറി ഗൈസ്. ആ ഒരു ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ മാക്സിമം വീഡിയോ എടുത്ത് തകർത്തു. അപ്പോൾ ഈ ഒരു ഇവിടുന്ന് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഒരു ഇതാട്ടോ. ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറി പറയേ വേണ്ട, ഭയങ്കര പോസിറ്റീവാണ്. അപ്പോൾ പിന്നെ ഇത് കൃഷ്ണനാട്ടോ. കുഞ്ഞാറ്റൊക്കെ ഈ മണി അടിക്കേണ്ട തിരക്കാണ്. ഞാൻ അപ്പോൾ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് പോയിട്ടോ. ഞാൻ ചന്ദനമൊക്കെ തൊട്ടിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി. കുഞ്ഞാറ്റക്കാണ് ചന്ദനം തൊട്ടിട്ടും മതിയാവുന്നില്ല ഗൈസ്. കുഞ്ഞാറ്റ ചന്ദനത്തിൽ അർമാത് ചെയ്യുന്നു. പിന്നെ ബ്രഹ്മരക്ഷസിനൊക്കെ ഒന്ന് ഞാൻ തൊഴുതു. കുഞ്ഞാറ്റാണെങ്കിൽ ബാക്കിലേ അങ്ങനെ വരായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ചെറുതായിട്ടൊന്ന് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റ ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പം ഞാൻ മുമ്പ് പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷാറുഖ് ഖാനെ പോലെ കൈയും കൊണ്ട് നീട്ടി. അപ്പോൾ ഓടി വന്നു കേട്ടോ. അധികം ജാടയൊന്നും കാണിക്കാതെ ഓടി വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റ. അങ്ങനെ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു മെയിൻ വ്യൂ. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുള്ളി. ഈ ഒരു ബാക്കിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഇല്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വ്യൂ ആണ്. അങ്ങനെ ഇറങ്ങലായി, അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങലായി. ഇത് പുറത്ത് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇറങ്ങി ഇവിടുന്ന് കുറച്ച് നോണയൊക്കെ പറഞ്ഞു. അപ്പോൾ കുഞ്ഞാറ്റ പറഞ്ഞു അയ്യപ്പ ഭജനമഠം തുറന്നിട്ടല്ലോ. അപ്പോൾ ഓക്കെ ആ ഒരു അയ്യപ്പ ഭജനമഠം ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആട്ടോ കുഞ്ഞാറ്റക്ക്. അപ്പോൾ കുഞ്ഞാറ്റ ഈ ഒരു അരയാൽ ചുറ്റി, ഞാൻ ചുറ്റിയിട്ടോ കുഴപ്പമില്ല. പിന്നെ കുഞ്ഞാറ്റക്ക് എവിടെ പോയാലും ഒരു ഫോട്ടോഷൂട്ടാണ്. കറങ്ങുന്നത് കണ്ട ഗൈസ്. അങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു അടിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എങ്ങോട്ട് നോക്കാതെ പോയത്. അപ്പോൾ ഇതാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നമ്മൾ തിന്നിട്ട് ക്ഷീണത്തോടെ ഇരിക്കുകയാണ്. നെവർ ഗൈസ്, ഇതൊക്കെ ആരെയോ തിന്നതാണ്. നമ്മൾ നമ്മുടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഇവർ എടുക്കാൻ പറഞ്ഞത്. അപ്പം നമ്മൾ കഴിച്ചത് കേസരിയും 2 വടയാണ് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിച്ചത് പഞ്ചരത്നേന്നാട്ടോ. അപ്പം ഞാനാണ് ബില്ല് പേ ചെയ്തത്, അമ്മേൻ്റെ പൈസ ഞാൻ കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇത് ഹൈവേ ആട്ടോ. ഹൈവേ പോകുമ്പോൾ നല്ല കാറ്റാണ്, ഫോൺ പാറിപ്പോകുന്ന നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അധികം വീഡിയോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റ പിന്നെ എവിടെ പോയാലും പൂക്കികൾ സില്ലി ഗേൾസ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.